ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മലയാളീസ് ടോക്സ്. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ BCom ആൻഡ് BBAക്കാരുടെ മൂന്നാമത്തെ മൊഡ്യൂളാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. ഇന്ന് എടുക്കാൻ പോകുന്നത് മൊഡ്യൂളിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ്. ചാപ്റ്ററിൻ്റെ പേര് പ്രോലോഗ് ദ ഡാവിഞ്ചി കോഡ്. ഡാവിഞ്ചി കോഡ് എന്ന ഈ ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത് ഡാൻ ബ്രൗൺ എന്ന് പറഞ്ഞ അമേരിക്കൻ നോവലിസ്റ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു നോവലാണിത്. ഈ കൃതി 54 ഭാഷകളിലായി 200 ദശലക്ഷം കോപ്പികൾ ലോകമെമ്പാടും വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട്. പാരീസിൽ പ്രഭാഷണത്തിനെത്തിയ ഹാർവാർഡ് സർവകലാശാലയിലെ ചിഹ്നശാസ്ത്രജ്ഞൻ റോബർട്ട് ലങ്ഡണ് രാത്രിയിൽ അടിയന്തരമായൊരു ഫോൺ സന്ദേശം ലഭിക്കുകയാണ്. ലൂവർ മ്യൂസിയത്തിൻ്റെ ക്യൂറേറ്റർ ഴാക്ക് സൊനിയർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നതാണ് സന്ദേശം. മ്യൂസിയത്തിനുള്ളിൽ കിടന്ന മൃതദേഹത്തിന് സമീപത്തായുള്ള ഒരു കോഡ് അന്വേഷിച്ചു പോവുകയാണ് ലാങ്ഡൺ. ഡാവിഞ്ചിയുടെ ചിത്രങ്ങളിലേക്കാണ് ആ കോഡുകൾ ചെന്നെത്തുന്നത്. ആ രഹസ്യത്തിൻ്റെ ചുരുളഴിയുന്നത് മറ്റൊരു രഹസ്യ ഗ്രൂപ്പിനെ കുറിച്ചുള്ള ചില സത്യങ്ങളിലേക്കാണ്. ശരിക്കും ഒരു മിസ്റ്റിക് ത്രില്ലർ നോവലാണ് ഈ പുസ്തകം എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിനെയും മഗ്ദലന മറിയത്തെയും കുറിച്ചുള്ള ഇതര ചരിത്രങ്ങളും സിദ്ധാന്തങ്ങളും ഈ നോവലിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇത് പരമ്പരാഗത ക്രിസ്ത്യൻ വിശ്വാസങ്ങളെയും പ്രാക്ടീസിനെയും വെല്ലുവിളിക്കുന്നു എന്നത് നോവലിലെ പ്രധാന വിമർശനങ്ങളിൽ ഒന്നാണ്. ഇതൊക്കെ ഈ നോവലിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇത് മുഴുവനൊന്നുമില്ല. നിങ്ങൾക്ക് പഠിക്കാൻ തന്നിരിക്കുന്നത് ഈ നോവലിൻ്റെ മുഖവുരയാണ്. നിങ്ങളുടെ ചാപ്റ്ററിൻ്റെ പേര് മുഖവുര ഡാവിഞ്ചി കോഡ് എന്നതാണ്. ഈ ഒരു കൃതി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് 2006 പത്രപ്രവർത്തകരായ ജോമി തോമസും ആർ ഗോപികൃഷ്ണനുമാണ് ഇങ്ങനെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത്. ഈ ചാപ്റ്ററിൽ നോവലിൻ്റെ ആമുഖം, കഥയ്ക്ക് ആധാരമായിട്ടുള്ള സംഭവം എന്നിവയൊക്കെയാണ് വിശദീകരിക്കുന്നത്. ക്യൂറേറ്റർ ഴാക്ക് സൊനിയർ ആക്രമികളിൽ നിന്നും ഓടിക്കയറിയത് ഒരു മ്യൂസിയത്തിലേക്കാണ്. ശരിക്കും കഥാപാത്രത്തിൻ്റെ പേര് ജാക്വസ് സൊനിയർ എന്നതാണ്. ഈ പേര് മലയാളത്തിൽ വിവർത്തനം ചെയ്തപ്പോൾ ക്യൂറേറ്റർ ഴാക്ക് സൊനിയർ എന്നതായി. മ്യൂസിയത്തിലെ ഗ്രാൻഡ് ഗാലറിയുടെ വളച്ചുവാതിലിലൂടെയാണ് പ്രശസ്ത ക്യൂറേറ്റർ ഴാക്ക് സൊനിയർ ഉഴറി നീങ്ങിയത്. പെട്ടെന്ന് അയാൾ വീഴാൻ പോയപ്പോൾ അയാൾ നേരെ പോയത് അയാളുടെ അടുത്തുള്ള ഒരു ചിത്രത്തിലേക്കാണ്. അവിടേക്ക് ഇങ്ങനെ ചെരിഞ്ഞു നിന്നു. അത് ഒരു കരവാജിയോ ചിത്രമായിരുന്നു. ആ ചിത്രം ഭിത്തിയിൽ നിന്ന് അടരുന്നത് വരെ ആ 76കാരൻ സ്വർണം പൂശിയ ഫ്രെയിമിൽ പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ അയാൾ മലർന്നടിച്ചു വീണു. ആ ക്യാൻവാസ് അയാളുടെ മുകളിലുമായി. അയാൾ കരുതിയ പോലെ തന്നെ സ്വീറ്റിലേക്കുള്ള പ്രവേശനം തടഞ്ഞുകൊണ്ട് സമീപത്ത് വലിയ ഇരുമ്പ് വാതിൽ അങ്ങനെ അടഞ്ഞു. മരപ്പലകയിൽ തീർത്ത തറയൊക്കെ കുലുങ്ങി. ദൂരെ ഒരു അലാറൊക്കെ മുഴങ്ങി തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിന് ശ്വാസം ആഞ്ഞു വലിച്ചിട്ടും എന്താണ് സംഭവിച്ചതെന്നൊന്നും മനസ്സിലായില്ല. അങ്ങനെ അദ്ദേഹം ഒരു നിമിഷം അവിടെ കിടന്നു. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവനുണ്ട്. ആ ഒരു വീഴ്ചയിൽ അദ്ദേഹത്തിൻ്റെ ബോധം തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹം ക്യാൻവാസിനടിയിൽ നിന്ന് ഇഴഞ്ഞിറങ്ങി ആ നിലവറയിൽ ഒളിക്കാനൊരു ഇടം നോക്കുകയാണ്. അപ്പോഴാണ് വെറും 15 അടി അകലെ നിന്ന് ഒരു വലിയ ശബ്ദം ഉയർന്നത്. അതൊരു അക്രമിയുടേതായിരുന്നു. നോക്കിയപ്പോൾ ഭീമാകാരമായ ഒരു നിഴൽ രൂപം ഇരുമ്പഴികൾക്കിടയിലൂടെ അദ്ദേഹത്തെ ഇങ്ങനെ നോക്കുകയാണ്. വിളറിയ തൊലി, വെളുത്ത നേർത്ത മുടി, കടും ചുവപ്പ് കൃഷ്ണമണി, ഇളം ചുവപ്പ് മിഴിപ്പടലങ്ങൾ, എല്ലാം ചേർന്നൊരു കൂറ്റൻ തന്നെ. ആ അക്രമി ക്യൂറേറ്റർക്ക് നേരെ തോക്ക് ചൂണ്ടി. എന്നിട്ട് ചോദിച്ചു, അതെവിടെയാണെന്ന് പറയേ എന്ന്. ക്യൂറേറ്റർ എതിരിടാൻ ത്രാണിയില്ലാതെ വിക്കി പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ അക്രമി ക്യൂറേറ്റർ കള്ളം പറയുകയാണ് എന്ന് പറഞ്ഞ് അയാളെ തുറിച്ചു നോക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടേതല്ലാത്ത ഒരു സംഗതി നിങ്ങളും സംഘവും കൈവശം വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് സത്യം അറിയണം എന്ന രീതിയിലായിരുന്നു അയാളുടെ നിൽപ്പ്. ക്യൂറേറ്ററുടെ ഉള്ളിൽ കിടുങ്ങാൻ തുടങ്ങി. ഇയാൾക്കിതെങ്ങനെ മനസ്സിലായി? എന്നിട്ട് ആ അക്രമി ക്യൂറേറ്ററോട് പറഞ്ഞു, ഇന്ന് രാത്രി യഥാർത്ഥ സംരക്ഷകർ വരും. അതിനു മുൻപേ അതെവിടെ ഒളിപ്പിച്ചു എന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ വെറുതെ വിടാം. എന്നിട്ട് തോക്ക് ചൂണ്ടി. അങ്ങനെ ക്യൂറേറ്റർ പറഞ്ഞു, നിങ്ങൾക്കറിയേണ്ടത് ഞാൻ പറയാം. തുടർന്നുള്ള വാക്കുകൾ ക്യൂറേറ്റർ വളരെ സൂക്ഷിച്ചാണ് പറഞ്ഞത്. കാരണം അയാൾ പറയുന്നത് ഒരു കളവാണ്. ആ കളവ് പറയരുതെന്ന് അയാൾ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെ വേറെ വഴിയില്ലാണ്ടാണ് അദ്ദേഹം പറയാൻ തുടങ്ങുന്നത്. ക്യൂറേറ്റർ പറഞ്ഞു നിർത്തിയപ്പോൾ അക്രമി തൃപ്തിയോടുകൂടി ചിരിച്ചു പറഞ്ഞു, ഇത് തന്നെ മറ്റുള്ളവരും എന്നോട് പറഞ്ഞത്. മറ്റുള്ളവർ എന്ന് ഉദ്ദേശിച്ചത് ക്യൂറേറ്ററുടെ കൂടെ ഉണ്ടായിരുന്ന 3 പേരെയാണ്.
അവരെയും ഈ അക്രമി കണ്ടെത്തിയിരുന്നു. അവരും ഇതേ മറുപടി തന്നെയാണ് അക്രമിയോട് പറഞ്ഞത്. എന്നിട്ട് അക്രമി പറഞ്ഞു, ഇത് എന്നോട് പറഞ്ഞാൽ നിങ്ങൾ മരിച്ചാലും ആ സത്യം അറിയുന്നത് എനിക്ക് മാത്രമാവും. ഈ നിമിഷം ക്യൂറേറ്റർ ഒരു സത്യം മനസ്സിലാക്കി. കാരണം അദ്ദേഹം മറച്ചുവെച്ച സത്യം എത്ര ഭീകരമാണെന്ന് മനസ്സിലാക്കി. ക്യൂറേറ്റർ മരിച്ചാൽ സത്യം എന്നേക്കുമായിട്ട് ഇല്ലാതാവും. ഉള്ളിലെ പേടി കൊണ്ട് അയാൾ ഒളിക്കാൻ ഇടം തേടുകയാണ്. അപ്പോഴേക്കും അയാൾ വെടിയുതിർത്തു. വെടിയുണ്ട ക്യൂറേറ്ററുടെ വയറ്റിൽ തുളച്ചു കയറി. അയാൾ കമിഴ്ന്നു വീണു. രക്ഷപ്പെടാൻ അയാൾ വഴി നോക്കി, പക്ഷെ സാധിച്ചില്ല. അയാൾ കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ആരെങ്കിലും എത്തുമ്പോഴേക്കും അദ്ദേഹം മരിക്കും. എന്നിട്ടും മരണഭീതിയേക്കാൾ ഒരു വലിയ ഭയം അയാളെ അലട്ടി. ആ രഹസ്യം അത് കൈമാറണം, ഇല്ലെങ്കിൽ ഇയാളോട് കൂടി അത് അവസാനിക്കും. അങ്ങനെ വേച്ച് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ കൊല്ലപ്പെട്ട 3 സംഘാംഗങ്ങളെ അദ്ദേഹം മനസ്സിൽ കാണുകയാണ്. എല്ലാ മുൻകരുതലുകളും ഉണ്ടായിട്ടും അവശേഷിക്കുന്ന കണ്ണി ഴാക്ക് സോനിയർ മാത്രമായി. ഗ്രാൻഡ് ഗാലറിക്കുള്ളിൽ അയാൾ കെണിയിൽ അകപ്പെട്ടു. ലോകപ്രശസ്തമായ ചിത്രങ്ങൾ അയാളെ നോക്കി ചിരിച്ചു. രഹസ്യത്തിന്റെ ദീപം കൈമാറാവുന്ന ഒരാൾ മാത്രമാണ് ഈ ഭൂമിയിലുള്ളത്. അതുകൊണ്ട് അവരിലേക്ക് എത്തിക്കണം. അങ്ങനെ വേദനയിൽ പുളഞ്ഞും അദ്ദേഹം തൻ്റെ ശക്തി സംഭരിച്ച് തൻ്റെ ജീവിതത്തിലെ സുപ്രധാനമായ ദൗത്യത്തിന് ബാക്കിയുള്ള ഓരോ നിമിഷവും ആവശ്യമാണെന്ന് അയാൾ മനസ്സിലാക്കി. ഇതോടുകൂടിയിട്ട് ഈ പാഠഭാഗം അവസാനിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കൊടുത്തിട്ടുള്ളൂ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. നോട്ട്സ് ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.